തിരുവനന്തപുരം വർക്കലയിലെ 27-കാരിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അതുൽ കസ്റ്റഡിയിൽ. ഭർത്താവിന്റെ ക്രൂര പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. വർക്കല വടശ്ശേരിക്കോണം സ്വദേശി ആരതിയെയാണ് ചിറമുക്കിലെ വാടക വീട്ടിൽ ഇന്നലെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അതുൽ തന്നെ ഉപദ്രവിച്ച് മുറിവേൽപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ അമ്മയ്ക്ക് ആരതി അയച്ചു നൽകിയിരുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് അപർണ KS ഇനി. ബനേഷ് വർക്കല സ്വദേശി ആരതിയും കല്ലറ സ്വദേശി അതിലും 1.5 വർഷം മുമ്പാണ് വിവാഹിതരാകുന്നത്. കഴിഞ്ഞ 6 മാസം മുമ്പാണ് ആറ്റുകാലിലെ വാടക വീട്ടിലേക്ക് ജോലിയുടെ ആവശ്യത്തിനായി ഇരുവരും മാറി താമസിക്കുന്നത്. വിവാഹശേഷം 3 മാസം മുതൽ തന്നെ ഇത്തരത്തിൽ അതിൽ പലതവണ കാരണങ്ങൾ ആരോപിച്ച് നിരന്തരം ആരതിയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അമ്മയോട് ഒഴിച്ച് മറ്റ് ബന്ധുക്കളോടൊന്നും തന്നെ ആരതി ഈ വിവരങ്ങൾ പങ്കുവച്ചിരുന്നില്ല. ഇവരുടെ കല്യാണ സമയത്ത് ഏകദേശം 50 പവനോളം സ്വർണം നൽകിയായിരുന്നു ആരതിയുടെയും അതിലെ വിവാഹം നടന്നത്. ഈ 50 പവനും പലപ്പോഴായിട്ട് അതിൽ പണയം വെക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അതിൽ പലതവണ ആരതിയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പണത്തിന്റെ കാര്യം ചൊല്ലി നിരവധി തവണ ആരതി ഉപദ്രവിച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആരതിയുടെ അമ്മയോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അതിൽ മറ്റ് പല ബന്ധങ്ങളുള്ളതായും ഇത്തരത്തിൽ ആരതി അമ്മയോട് വെളിപ്പെടുത്തിയിരുന്നു. കോടതി ഇത്തരത്തിൽ കൊടിയ പീഡനമാണ് ആരതി അതിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. ശരീരത്തേറ്റ മുറിവുകളുടെ ചിത്രങ്ങളടക്കം ആരതി പലതവണ അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. ഇന്നലെയും ഇത്തരത്തിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. തുടർന്ന് ആരതി വീടിനുള്ളിലേക്ക് കയറി പോവുകയും വാതിലടയ്ക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് അതില് വീടിന് പുറത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത്. അതായത് ആരതി ആത്മഹത്യ ചെയ്തു എന്ന സംശയത്തെ തുടർന്ന് അതിൽ ആദ്യം വിളിച്ച് ഈ വിവരം അറിയിക്കുന്നത് സുഹൃത്തുക്കളെയാണ്. പിന്നീട് സുഹൃത്തുക്കൾ എത്തുകയും വാതിൽ തള്ളി തുറന്നകത്തേക്ക് കയറുമ്പോൾ കാണുന്നത് ആരതി തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നതാണ്. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസ് വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ അയൽവക്കത്തുള്ളവർ തന്നെ ഈ വിവരം അറിയുന്നത്. കാരണം ഇവര് ഈ ആറ്റുകാലിലെ വീട്ടിലേക്ക് താമസം മാറിയിട്ട് ഏകദേശം 6 മാസം ആകുന്നതേ ഉള്ളൂ. പരിസരവാസികളുമായിട്ട് ഇരുവർക്കും അടുത്ത ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പരിസരവാസികൾക്ക് ഇവരെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിവുകളുമില്ല. കൂടാതെ തന്നെ ആരതിയുടെ ശരീരത്തിൽ ഉപദ്രവിച്ചതിന്റെ പാടുകൾ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് നടപടിക്കിടെ വ്യക്തമായത്. അതായത് നിരന്തരമായിട്ട് ഇത്തരത്തിൽ അതിൽ ഉപദ്രവിച്ചതിന്റെ പാടുകൾ ആരതിയുടെ ശരീരത്തുണ്ട്. കൂടാതെ തന്നെ പോലീസ് 2 ആത്മഹത്യാ കുറിപ്പുകളും ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരതിക്ക് ഡയറി എഴുതുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആരതിയുടെ ഡയറി അടക്കം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ആരതിയുടെ ബന്ധുക്കളുടെ പരാതിയിന്മേൽ അതിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ബനേഷ്, അപർണ, 1.5 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം എന്ന് പറയുന്നത്. 50 പവനോളം സ്വർണം സ്ത്രീധനമായിട്ട് നൽകുകയും ചെയ്തു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വർണം അത്രയും വാങ്ങി വെക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ സുഖത്തിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം 3 മാസത്തിന് തൊട്ട് പിറകെ ഭാര്യയെ അതിക്രമിക്കുകയും ശാരീരികമായിട്ട് നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്യുന്നു. കേരളത്തിലുടനീളം പുരുഷന്മാർക്ക്, ഭർത്താക്കന്മാർക്ക് സ്ത്രീകളെ തല്ലാനും അടിക്കാനും ഇടിക്കാനും ചതയ്ക്കാനും ഒക്കെ അവകാശമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പൊതുസമൂഹം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോഴും പ്രബലമായിട്ടുണ്ട്. എത്ര വലിയ പുരോഗമനം പറഞ്ഞാലും ഇത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടും, ഈ ആക്രമണങ്ങൾ ഒക്കെ അറിഞ്ഞിട്ടും കുടുംബം പരാതി നൽകാൻ വൈകുകയുണ്ടായോ എന്നൊക്കെ ഇപ്പോൾ ആലോചിക്കുന്നത് ശരിയാണോ? ബനേഷ്, ഇത്തരത്തിൽ ഈ ആരതിയെ അതിൽ നിരന്തരമായി ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യം ആരതിയുടെ അമ്മയൊഴികെ മറ്റേ ബന്ധുക്കൾക്ക് അറിവില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആരതി പലതവണയായിട്ട് അമ്മയോട് ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ അതിൽ മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ അമ്മ ഇത് മറ്റാരുമായിട്ട് പങ്കുവെക്കുകയോ അതിന് വേണ്ട ആരതിയെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം ആരതിയുടെ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ആരതിയുടെ മരണശേഷമാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നത്. അതായത് ചിത്രങ്ങൾ അടക്കം ആരതി പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യങ്ങൾ അടക്കം പുറത്തു വരുന്നത് ഈ മരണശേഷമാണ്. ഇന്നലെ ഇത്തരത്തിൽ ആരതി മരണപ്പെട്ടത് പോലും വീട്ടുകാർ പിന്നീടാണ് അറിയുന്നത്. അതിലാദ്യം വിളിച്ച് സുഹൃത്തുക്കളെ അറിയിക്കുന്നു. അവരാണ് പോലീസിൽ പറയുന്നത്. അതിനുശേഷമാണ് ബന്ധുക്കൾ അറിയുന്നത്. ഈ ബന്ധുക്കളൊക്കെ തന്നെ വിവരം അറിഞ്ഞെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ആരതി കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് പിന്നെ ഇത്തരത്തിൽ ശാരീരിക പീഡനം അതിൽ നിന്ന് നേരിടുന്നുണ്ടായിരുന്നു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നത് ഈ കുട്ടിയുടെ മരണത്തിന് ശേഷമാണ്. എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയായി തന്നെ നമുക്കിത് കാണാം. അമ്മ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഈ പെൺകുട്ടിക്ക് ഉണ്ടാകില്ലായിരുന്നു. ബനേഷ്.
ഇതിൽ അമ്മ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നത് എത്രത്തോളം ഉചിതമാണ് എന്നറിയില്ല. ആ ഭർത്താവിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം തന്നെയായിട്ട് അത് മാറുന്നു. അമ്മ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഈ പറയുന്നൊരു പ്രശ്നം അതിനകത്തുണ്ട്. ഒപ്പം തന്നെ വനിതാ കമ്മീഷൻ ഇതിൽ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് അല്ലേ അപർണ? അത് ഈ അധ്യക്ഷ പി സതീദേവി കേസെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭർത്താവ് ഈ 50 പവൻ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് വാഹനം വാങ്ങുകയും ആ വാഹനത്തിൽ കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ പരാതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗത്ത് ഭാര്യയുടെ സ്വർണം വിറ്റ് വാഹനത്തിൽ കറങ്ങി നടക്കുന്നു, അതേ ഭാര്യയെ രാത്രിയിൽ വീട്ടിലെത്തി തല്ലി അവശയാക്കുന്നു എന്നുള്ള നിലയ്ക്കാണോ കാണേണ്ടത്? മനീഷ്, തീർച്ചയായും. അതായത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ ഈ 50 പവൻ ഈ അതുൽ എന്ന യുവാവ് വാങ്ങുകയും സ്വന്തം കാര്യങ്ങൾക്കായി ചിലവാക്കുകയും ചെയ്തിരുന്നു. ഈ തുക പോരാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ആരതിയോട് വീണ്ടും പണം ചോദിച്ച് ഇത്തരത്തിൽ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനെ തുടർന്നാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ആരംഭം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിൽ ഈ സ്വർണം തന്റെ ആവശ്യങ്ങൾക്കായി വിൽക്കുന്നു, പണയം വെക്കുന്നു, അതുപയോഗിച്ച് കാറുകൾ അടക്കമുള്ള വസ്തുക്കൾ വാങ്ങുന്നു. സ്വന്തം ആവശ്യങ്ങൾക്കായി പണം ഉപയോഗിച്ചതിന് ശേഷം ഇത് പോരാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ആരതിയുമായി ഇത്തരത്തിൽ വാക്കേറ്റത്തിലേക്ക്, തർക്കത്തിലേക്ക്, കയ്യാങ്കളിയിലേക്കൊക്കെ ഈ കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. അതിനുശേഷമാണ് ഈ ഉപദ്രവങ്ങൾ സഹിക്കവയ്യാതെയാണ് ഇന്നലെ ഈ ഇത്തരത്തിലൊരു വഴക്കുണ്ടാകുന്നു. വഴക്കിനെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ഈ വഴക്കിനെ തുടർന്ന് ആരതി മുറിയിലേക്ക് കയറുകയും വാതിൽ കൊട്ടിയടയ്ക്കുകയും തുടർന്ന് തൂങ്ങി മരിക്കുകയും ചെയ്യുകയായിരുന്നു മനീഷ്. ശരി. തിരുവനന്തപുരം വർക്കലയിലെ 27-കാരിയുടെ ആത്മഹത്യയിൽ ഭർത്താവ് അതുൽ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത.